ഇന്ത്യയെ ചത്ത സമ്പദ് വ്യവസ്ഥ എന്ന് അപമാനിച്ച അമേരിക്കൻ പ്രസിഡന്റിന് നരേന്ദ്രമോദിയുടെ ഉജ്ജ്വലമായ മറുപടി. ഇന്ത്യ ലോകത്തിന്റെ ഒന്നാം നിരയിലെത്തിയിരിക്കുന്നു. ലോകത്തെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയാകുന്നു. ഇന്ത്യക്ക് പിറകിലേക്കേ വരൂ. ലോകത്തെ 189ഓളം വരുന്ന മറ്റു രാജ്യങ്ങളെന്ന വ്യക്തമായ സന്ദേശം നൽകുകയാണ് ഇപ്പോൾ നരേന്ദ്രമോദി. വാരണാസിയിൽ ജനാവലിയെ അഭിസംബോധന ചെയ്താണ് അമേരിക്കയെ മോദി തിരുത്തിയത്. അമേരിക്കയിലേക്ക് ഇന്ത്യൻ സാധനങ്ങളുടെ ഇറക്കുമതിയിൽ നിയന്ത്രണം കൊണ്ടുവന്നതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതാ പ്രതികരിച്ചിരിക്കുകയാണ്. മോദി ട്രംപ് സാഹിബിന് നൽകിയ ശാന്തവും പക്വതയും ഗംഭീരവുമായ മറുപടി ഇങ്ങനെ: ഇന്ത്യക്കാർക്ക് ഇത് തീരുമാനമെടുക്കാൻ സമയമായി. ഇന്ത്യക്കാർ ഇന്ത്യൻ നിർമ്മിത വസ്തുക്കളെ ഉപയോഗിക്കൂ. തദ്ദേശീയ വസ്തുക്കൾ മാത്രം ഉപയോഗിക്കാൻ എല്ലാ ഭാരതീയരെയും ഞാൻ ആഹ്വാനം ചെയ്യുന്നുവെന്നും മോദി പറഞ്ഞു. ഇത് മഹാത്മാഗാന്ധിക്കുള്ള ഒരു വലിയ ആദരാഞ്ജലി ആയിരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വ്യാപാര തർക്കം രൂക്ഷമാകുന്നതിനിടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശനിയാഴ്ച അമേരിക്കയ്ക്ക് വ്യക്തമായ സന്ദേശം വീണ്ടും നൽകിയത് ഇങ്ങനെയാണ്: ഇന്ത്യൻ ലോകത്തെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയാകുന്നു. ആര് വിചാരിച്ചാലും തടയാനാകില്ല. ഇന്ത്യയെ നോക്കി അസൂയപ്പെട്ടിട്ടും കാര്യമില്ല. കർഷകരുടെയും ചെറുകിട വ്യവസായങ്ങളുടെയും യുവാക്കളുടെയും ക്ഷേമം സർക്കാരിന്റെ പ്രധാന മുൻഗണനയാണ്. വിദേശത്തു നിന്നും ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങളെ ഇന്ത്യ പ്രോത്സാഹിപ്പിക്കില്ല. കാരണം നമുക്ക് മുന്നിൽ പ്രോത്സാഹനം കൊടുക്കാൻ ഇന്ത്യൻ ബിസിനസ്സുകാരും ഇന്ത്യൻ ഉൽപാദകരുമുണ്ട്. ഇന്ത്യയിലെ ചെറുകിട ഉൽപാദകരും ബിസിനസ്സുകാരും കൃഷിക്കാരുമുണ്ട്. അവർക്കായിരിക്കും ഇറക്കുമതി ചെയ്യുന്ന വസ്തുക്കളെക്കാൾ കൂടുതൽ പരിഗണന. വിദേശത്തു നിന്നും ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് നികുതി കുറയ്ക്കില്ല എന്ന ട്രംപിനോട് അടിവരയിട്ട് നല്ല ഭാഷയിൽ തന്നെ നരേന്ദ്രമോദി മുന്നറിയിപ്പ് നൽകുകയായിരുന്നു. ട്രംപ് പറയുന്ന പോലെ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ചുമത്തുന്ന 200% വരെയുള്ള നികുതികൾ കുറച്ചാൽ ഫലത്തിൽ ഇന്ത്യയിലെ ഉൽപാദകരെ ബാധിക്കും. ഇന്ത്യയിലെ ഉൽപാദകർ തകരും. ഇതാണ് മോദിയുടെ നയം. മോദി വീണ്ടും വ്യക്തമാക്കിയത് ഇങ്ങനെ: ഇന്ത്യയെ ആക്രമിക്കുന്നവർ നരകത്തിൽ പോലും അതിജീവിക്കില്ല. ലോകത്തിലെ മൂന്നാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ മാറാൻ പോകുന്നു. അതിനാൽ ഇന്ത്യ അതിന്റെ സാമ്പത്തിക താല്പര്യങ്ങളെ കുറിച്ച് ജാഗ്രത പാലിക്കണം. നമ്മുടെ കർഷകർ, നമ്മുടെ ചെറുകിട വ്യവസായങ്ങൾ, നമ്മുടെ യുവാക്കൾക്ക് തൊഴിൽ, അവരുടെ ക്ഷേമമാണ് നമ്മുടെ പ്രധാന മുൻഗണന. ഈ ദിശയിൽ സർക്കാർ എല്ലാ ശ്രമങ്ങളും നടത്തുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാരണാസിയിൽ പറഞ്ഞു. ലോകം ഇത്രയും അസ്ഥിരമായ ഒരു അന്തരീക്ഷത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളും തദ്ദേശീയ വസ്തുക്കൾ മാത്രം വിൽക്കണമെന്ന് ഇന്ന് ബിസിനസ് സമൂഹത്തിലെ എന്റെ സഹോദരി സഹോദരന്മാരോട് ഞാൻ ആത്മാർത്ഥമായി അഭ്യർത്ഥിക്കുന്നു. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 25% തീരുവ ഏർപ്പെടുത്തുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് മോദി നയം വ്യക്തമാക്കിയിരിക്കുന്നത്. ഏപ്രിലിൽ നടന്ന മാരകമായ പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് വാരണാസിയിലേക്കുള്ള തന്റെ ആദ്യ സന്ദർശനത്തിൽ ഇന്ത്യയെ ആക്രമിക്കുന്നവർ നരകത്തിൽ പോലും അതിജീവിക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസംഗം തുടങ്ങിയത് തന്നെ. ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയം ഇരകളോട് പ്രതികാരം ചെയ്യുക മാത്രമല്ല, ലോകത്തിനു മുന്നിൽ ഇന്ത്യയുടെ ഉഗ്രമായ രൂപം പ്രദർശിപ്പിക്കുകയും ചെയ്തു എന്ന് പ്രധാനമന്ത്രി മോദി പറഞ്ഞു. പ്രതികാരത്തെ ദിവ്യനീതിയുമായും ദേശീയ അഭിമാനവുമായും ബന്ധിപ്പിച്ചു. മഹാദേവിന്റെ അനുഗ്രഹത്തോടെ ഞാൻ അത് നിറവേറ്റിയെന്നും തന്റെ പ്രതികാര പ്രതിജ്ഞയെ പരാമർശിച്ചുകൊണ്ട് പറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഞാൻ കാശിയിൽ വരുന്നത് ഇത് ആദ്യമായാണ്. എന്റെ പെൺമക്കളുടെ സിന്ദൂരത്തിന് പ്രതികാരം ചെയ്യുമെന്ന് ഞാൻ പ്രതിജ്ഞ എടുത്തു. മഹാദേവന്റെ അനുഗ്രഹത്തോടെ ഞാൻ അത് നിറവേറ്റി, മോദി പറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂർ ലോകത്തിന് ഇന്ത്യയുടെ ഉഗ്രമായ രൂപം കാണിച്ചു കൊടുത്തു. ഇന്ത്യയെ ആക്രമിക്കുന്നവർ നരകത്തിൽ പോലും അതിജീവിക്കില്ല. കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും പാകിസ്ഥാനോടൊപ്പം കരയുകയും സായുധ സേനയെ ദുർബലപ്പെടുത്തുകയും ചെയ്യുന്നുവെന്ന് അദ്ദേഹം ആരോപിച്ചു. കോൺഗ്രസ് ഓപ്പറേഷൻ സിന്ദൂരിനെ തമാശ എന്ന് വിളിച്ചു. എന്തെങ്കിലും നടപടി എടുക്കുന്നതിന് മുൻപ് ഞാൻ അവരെ വിളിച്ചു ചോദിക്കണോ? അദ്ദേഹം പറഞ്ഞു. സൈനിക ശക്തിയുമായി പൊരുത്തപ്പെടുന്ന സാമ്പത്തിക ദൃഢനിശ്ചയത്തിനായി ആഹ്വാനം ചെയ്ത മോദി വിദേശ വസ്തുക്കൾ നിരസിക്കാൻ ഇന്ത്യക്കാരോട് ആവശ്യപ്പെട്ടു. ബിസിനസ് സമൂഹത്തിലെ എന്റെ സഹോദരി സഹോദരന്മാരോട് ഞാൻ ആത്മാർത്ഥമായി അഭ്യർത്ഥിക്കുന്നു. നമ്മളും തദ്ദേശീയ വസ്തുക്കൾ മാത്രം വിൽക്കണം. ഇനി മുതൽ ഓരോ നിമിഷവും നമ്മൾ തദ്ദേശീയ വസ്തുക്കൾ മാത്രമേ വാങ്ങൂ. ഇത് മഹാത്മാഗാന്ധിക്കുള്ള മഹത്തായ ആദരാഞ്ജലിയായിരിക്കും, നരേന്ദ്രമോദി വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് കർമ്മ.